എല്ലാ കൂട്ടുകാർക്കും ബയോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ് ബയോളജിയുമായിട്ടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസിറ്റോണിൻ, പാരാതെർമോൺ തുടങ്ങിയ ആൻറ്റഗോണിസ്റ്റിക് ഹോർമോണിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് തൈമസ് ഗ്ലാൻഡും ബാക്കിയുള്ള മറ്റ് ചില ഗ്ലാൻഡുകളെയും പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലേൺ അബൌട്ട് തൈമസ് ഗ്ലാൻഡ്. ഈ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ബിഹൈൻഡ് ദി സ്റ്റേണം. നമ്മുടെ സ്റ്റേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാരിയെല്ലാം കൂടെ ചേരുന്ന ഭാഗം, അതിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ആര് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന തൈമസ് എന്ന് പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറിയപ്പെടുന്നത് ഇതൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോണിനെ അറിയപ്പെടുന്നത് യൂത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ യൂത്ത് ഹോർമോൺ എന്ന് ചോദിച്ചാൽ നമ്മളെ ഉറപ്പായിട്ടും ഓർക്കേണ്ട കാര്യമാണ്. വൺ വേഡ് ചോദിച്ചിട്ടുണ്ട്. അത് തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് തൈമോസിൻ എന്നാണ് ഹോർമോണിൻ്റെ പേര്. അപ്പോൾ യൂത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, തൈമോസിൻ എന്നാണ് ആ ഹോർമോണിൻ്റെ പേര്. നോക്കാം. ഈ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫാൻസിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. നമ്മുടെ ശിശു കാലഘട്ടം, ഇൻഫാൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കുട്ടിക്കാലം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു ഗർഭസ്ഥ ശിശുവും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. ഒപ്പം പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും? കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് തൈമോസിനാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് അറിയപ്പെടുന്നത്? തൈമോസിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുകയും ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലാൻഡ് ടി ലിംബോസൈറ്റ് നമ്മൾ വരുന്ന അടുത്ത പാഠങ്ങളിൽ പഠിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രതിരോധത്തെപ്പറ്റി, ഇമ്മ്യൂൺ സിസ്റ്റത്തെപ്പറ്റി നമ്മൾ പഠിക്കും. ആ സാഹചര്യത്തിലാണ് നമ്മൾ ലിംബോസൈറ്റുകളെ പറ്റി കൂടുതൽ പഠിക്കുന്നത്. അപ്പം അതിലൊന്നാണ് ടി ലിംബോസൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടി ലിംബോസൈറ്റുകളുടെ മെച്ചുറേഷന് സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന തൈമസ് ഗ്ലാൻഡാണ് സഹായിക്കുന്നത്. അപ്പം ടി ലിംബോസൈറ്റുകളുടെ മെച്ചുറേഷനാണ് സഹായിക്കുന്നത്. ഈ ടി ലിംബോസൈറ്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ്, പ്രതിരോധത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ആരെന്ന് പറയുന്നത്? ടി ലിംബോസൈറ്റ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് WBC, അതായത് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കൾ എന്ന് വെച്ചാൽ നമുക്കറിയാം വൈറ്റ് ബ്ലഡ് സെൽസ്. അവയെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ടി ലിംബോസൈറ്റ് എന്തിനു സഹായിക്കും? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, പ്രതിരോധത്തിന് സഹായിക്കുന്ന ഒന്നാണ് എന്തെന്നറിയപ്പെടുന്നത്? ടി ലിംബോസൈറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, നമ്മളിപ്പോൾ യൂത്ത് ഹോർമോണാണ് പഠിച്ചത്. തൈമോസിൻ എന്നാണ് പേരെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ അടുത്ത ഹോർമോണാണ് എമർജൻസി ഹോർമോൺസ് എന്നറിയപ്പെടുന്നത്. അതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ അടുത്ത പഠിക്കാനായിട്ട് പോകുന്നത്. എമർജൻസി ഹോർമോൺസ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ പിക്ചർ നോക്കാൻ പറ്റും. നിങ്ങളെ പിക്ചറിൽ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പടമാണ് നൽകിയിരിക്കുന്നത്. എന്തിൻ്റെ പടമാണ് നൽകിയിരിക്കുന്നത്? അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പടമാണ് നൽകിയിരിക്കുന്നത്. ഇത് അഡ്രിനൽ ഗ്ലാൻഡാണ്. ദാറ്റ് സിറ്റുവേറ്റ് ഇൻ ദി ടോപ്പ് ഓഫ് എ കിഡ്നി. കിഡ്നിയുടെ മുകൾ വശത്തായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വൃക്കകളുടെ മുകളിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന അഡ്രിനൽ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ അഡ്രിനൽ ഗ്ലാൻഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം അഡ്രിനൽ ഗ്ലാൻഡിനെ പറ്റി നോക്കാം. അഡ്രിനൽ ഗ്ലാൻഡിന് ഒരു ഇന്നർ മെഡുലറി റീജിയൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇന്നർ മെഡുല എന്ന് വിളിച്ചത്. ഇപ്പോൾ ഇന്നർ മെഡുല എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. അതിനെ കവർ ചെയ്തുകൊണ്ട് ചുറ്റും ഇരിക്കുന്ന ഭാഗം, അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഔട്ടർ കോർട്ടക്സ് എന്ന് വിളിച്ചു. ഔട്ടർ കോർട്ടക്സ് എന്ന് കൂടി വിളിച്ചു. അപ്പോൾ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്നർ മെഡുല എന്ന് പറയുന്ന ഭാഗവും ഔട്ടർ കോർട്ടക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗവും. ഈ ഓരോ ഭാഗങ്ങളും വിവിധങ്ങളായിട്ടുള്ള ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്നർ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസിനെ പറ്റിയാണ്. ഇന്നർ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് ദ നെയിംസ് ഓഫ് ദാറ്റ് ഹോർമോൺസ്. ദാറ്റ് ഈസ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. അത് രണ്ട് ഹോർമോൺസാണ് ഇന്നർ മെഡുല സെക്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ.
ഈ രണ്ട് ഹോർമോൺസാണ് എന്തെന്നറിയപ്പെടുന്നത്, എമർജൻസി ഹോർമോൺസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എമർജൻസി ഹോർമോൺസ് എന്നറിയപ്പെടുന്നത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. എപ്പിനെഫ്രിൻ്റെ മറ്റൊരു നാമമാണ് എന്തെന്നറിയപ്പെടുന്നത്, എപ്പിനെഫ്രിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്നറിയപ്പെടുന്നത്, അഡ്രിനാലിൻ. അപ്പോൾ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എപ്പിനെഫ്രിൻ്റെ അടുത്തുള്ള ഹോർമോണിൻ്റെ പേര് നോർ എപ്പിനെഫ്രിൻ എന്നായിരുന്നു, അതിനെ അറിയപ്പെടുന്നത് നോർ അഡ്രിനാലിൻ എന്നാണ്. അപ്പോൾ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എന്നാണ് ഈ ഹോർമോൺസിനെ അറിയപ്പെടുന്നത്. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഇന്നർ മെഡുല സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസാണ് ഇവ. ഇവയുടെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, ഒരു സഡനായിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ ഫേസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് എന്തെന്നറിയപ്പെടുന്നത്, എമർജൻസി ഹോർമോൺസ്. നിങ്ങൾ ആദ്യ പാഠത്തിൽ സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും നിങ്ങൾ പഠിച്ചു കാണും. എന്ത് ചെയ്യുന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു നായ നിങ്ങളെ കടിക്കാനായിട്ട് വരുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഓടുന്നതിനുള്ളൊരു പവർ നിങ്ങൾക്ക് കിട്ടുന്നു, നന്നായിട്ട് വിയർക്കുന്നു, ഹാർട്ട് ബീറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനെ നിങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ബോഡിയെ മാറ്റിയെടുക്കാറുണ്ടല്ലേ. അതുപോലെ എന്ത് ചെയ്യുന്നു, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം ഈ ഹോർമോണുകളാണ്. ഓക്കെ, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഹോർമോൺസുകളാണ് എമർജൻസി സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നത്, ഫേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കാം, ഇറ്റ് ആക്ട് അലോങ് വിത്ത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഡ്യൂറിങ് എമർജൻസി, ദസ് ഇറ്റ്സ് റെസിസ്റ്റ് വിത്ഡ്രോവൽ ഓവർസെറ്റ്സ് സച്ച് ആസ് സിറ്റുവേഷൻസ്. അപ്പോൾ ആ സിറ്റുവേഷനെ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് എപ്പിനെഫ്രിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എപ്പിനെഫ്രിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളെ ഭയവും കൂടിപ്പോവും. കണ്ടതിനും തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഭയമായിരിക്കും. കുറഞ്ഞു കഴിഞ്ഞാലോ ഭയം ഒട്ടും തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അപ്പം ആ ഒരു സിറ്റുവേഷൻ, അത് രണ്ടും നമ്മളെന്ത് ചെയ്യും, നശിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടൊരു സെർട്ടൺ അളവിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ബോഡിക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളെ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് പേടിയും ഭയവും ടെൻഷനും ഒക്കെ വരണം. നിങ്ങൾ ടെൻഷൻ കൂടിയിരിക്കുമ്പം നിങ്ങളെന്തെങ്കിലും കുറേ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിക്കും, പരീക്ഷയ്ക്കൊന്നും പഠിക്കാതിരിക്കുകയാണ്, പിറ്റേന്ന് പരീക്ഷയാണ്, നിങ്ങൾ തലേന്ന് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കും. അത് ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതില്ലെങ്കിൽ നിങ്ങൾ ആ ദിവസവും പഠിക്കത്തില്ല, പരീക്ഷ കൊണ്ട് കളയും. മനസ്സിലായേ? ചില കുട്ടികൾ അന്നെന്നുള്ളത് പഠിക്കും. അതെന്താണ്, ആ ഒരു ടെൻഷനാണ്. ഇത് ഇന്ന് പഠിച്ച് തീർത്തില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ഇതുപോലെ പല സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എപ്പിനെഫ്രിൻ സഹായിക്കാറുണ്ട്. ഈ എപ്പിനെഫ്രിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന, അതിനോട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ്. ഇപ്പോൾ ഇന്നർ മിഡിലെ രണ്ട് ഹോർമോൺസാണ് സെക്രീറ്റ് ചെയ്യുന്നത്, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഇവരെ അറിയപ്പെടുന്നത് എമർജൻസി ഹോർമോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അഡ്രിനാലിൻ്റെ കോർട്ടെക്സ് റീജിയനിലോട്ട് നമുക്കൊന്ന് നോക്കാം. അഡ്രിനാലിൻ്റെ കോർട്ടെക്സ് റീജിയൻ പ്രധാനമായിട്ടും സെക്രീറ്റ് ചെയ്യുന്നത് 3 ഹോർമോൺസാണ്, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. ഏതൊക്കെയാണ്? കോർട്ടിസോൾ, കോർട്ടെക്സ് റീജിയൻ കോർട്ടിസോൾ എന്ന് ആലോചിച്ചാൽ മതി, തിരിഞ്ഞു പോരുന്നത് മെഡുലയാണ്. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അല്ലെങ്കിൽ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. ഔട്ടർ കോർട്ടെക്സ് ആണെങ്കിൽ കോർട്ടിസോൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഓർത്ത് വെച്ചിരിക്കുക. കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസാണ്. അതിൽ ഫസ്റ്റ് കോർട്ടിസോളിൻ്റെ ഫംഗ്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോർട്ടിസോൾ അവർ എന്ത് ചെയ്യും, പ്രോട്ടീനിൽ നിന്നോ ഫാറ്റിൽ നിന്നോ, അതായത് കാർബോഹൈഡ്രേറ്റ് അല്ലാത്തവയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, കോർട്ടിസോളിൻ്റെ ഫംഗ്ഷനാണ് സിന്തസിസ് ഗ്ലൂക്കോസ്. അതെന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് സിന്തസിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, അവരെന്ത് സിന്തസിസ് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് സിന്തസിസ് ചെയ്യുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ചില സാഹചര്യങ്ങളിൽ ഗ്ലൂക്കോസിൻ്റെ ലഭ്യത ഇല്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ആരുടെ പ്രത്യേകതയാണ്, കോർട്ടിസോളിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഗ്ലൂക്കനോജെനിസിസ് എന്നൊക്കെ ആ പ്രോസസ്സിനെ അറിയപ്പെടും. അത് നിങ്ങൾ 10ാം ക്ലാസ് ലെവലിൽ ഇപ്പോൾ പഠിക്കാനായിട്ടില്ല. ഓക്കെ, ഈ കോർട്ടെക്സ് റീജിയൻ ഇത് മാത്രമല്ല കേട്ടോ, അനവധി ഹോർമോൺസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാൻ 3 എണ്ണം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെൽസ് പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നു.
കാര്യം നമുക്കറിയാം ഒരു പരിധി വിട്ട് ഡിഫൻസ് സെല്ലുകൾ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ബോഡിയിലുള്ള സെല്ലുകളെ തന്നെ എന്ത് ചെയ്യും, അവ നശിപ്പിക്കാനായിട്ട് കാരണമാവും. അപ്പോൾ അത് സ്ലോ ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ്. ഒപ്പം തന്നെ കൺട്രോൾസ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി. അതായത് നമുക്ക് നീര് വയ്ക്കുന്നൊരു പരിപാടി ഉണ്ടല്ലേ, എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ മുറിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നീര് വയ്ക്കും. എന്നാൽ ചിലർക്ക് ചുമ്മാതിരിക്കുമ്പം എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ തടയാനായിട്ട് സഹായിക്കും. ഒപ്പം അലർജിയൊക്കെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്ത് നിർത്താം. കാര്യം നമ്മളെ ഡിഫൻസ് സെല്ലുകളെ ആക്ഷൻസ് കുറയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് അധികമാവാതെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ അലർജി പ്രോബ്ലങ്ങൾ കുറയ്ക്കുകയാണ്. ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ തുമ്മണമെന്നില്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തുമ്മാറുള്ളൂ. പക്ഷേ അലർജിക് പേഷ്യൻറ്റിലാണെങ്കിൽ അത് അടുത്തൂടെ പോയാൽ തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതായിട്ട് നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണാണ്. ആൻഡ് അനദർ വൺ ഈസ് അൾഡോസ്റ്റിറോൺ. എന്താണ് അൾഡോസ്റ്റിറോൺ? ഇതിൻ്റെ പ്രത്യേകത ദാറ്റ് മെയിൻറ്റെയിൻ സാൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നി. കിഡ്നിയിൽ ആക്ട് ചെയ്തുകൊണ്ട്, വൃക്കയിൽ പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളിലുള്ള ജല ലവണ സംവിധാനത്തെ എന്ത് ചെയ്യുന്നു, ഒരു സന്തുലന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, മെയിൻറ്റെയിൻ ദി സാൾട്ട് വാട്ടർ ലെവൽ ബൈ ആക്ടിങ് ഇൻ കിഡ്നീസ്. കിഡ്നിയിൽ ആക്ട് ചെയ്തുകൊണ്ട് വാട്ടറിൻ്റെ സാൾട്ടിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ദി ബ്ലഡ് പ്രഷർ. അപ്പോൾ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി ആര് സഹായിക്കും, ഈ പറയുന്ന അൾഡോസ്റ്റിറോൺ സഹായിക്കും. നമുക്കറിയാം സാൾട്ടിൻ്റെ ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ വാട്ടർ സാൾട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബ്ലഡ് പ്രഷർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അതിന് സഹായിക്കുന്നൊരു ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. അപ്പോൾ ബ്ലഡ് പ്രഷർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണിൻ്റെ പേരെന്താണ്, അൾഡോസ്റ്റിറോൺ എന്നാണെന്ന് ഓർക്കുക. ആൻഡ് അനദർ വൺ ഈസ് സെക്സ് ഹോർമോൺസ്. എന്താണ് സെക്സ് ഹോർമോൺസ് എന്നാണ് അടുത്തതിൻ്റെ പേര്. സെക്സ് ഹോർമോൺസ് പ്രത്യേകം നോക്കാം. കൺട്രോൾ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെക്സ് ഓർഗൻസ്. അപ്പോൾ സെക്സ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഫങ്ഷനും ഒക്കെ സഹായിക്കും. അതായത് പ്രത്യുൽപാദന അവയവങ്ങളുണ്ടല്ലേ, എന്താണ് മെയിൽസിൽ ടെസ്റ്റിസും ഫീമെയിൽസിൽ ഓവറിയാണ് അല്ലേ. അതായത് പുരുഷന്മാരിൽ വൃക്ഷണവും സ്ത്രീകളിൽ അണ്ഡാശയവുമാണ് അല്ലേ. അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റിനും അവരുടെ ഗ്രോത്തിനും അവരുടെ പ്രവർത്തനങ്ങൾക്കും എന്ത് ചെയ്യുക, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ സെക്സ് ഹോർമോൺസിൻ്റെ ധർമ്മം എന്നറിയപ്പെടുന്നത്. ഔട്ടർ കോർട്ടെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്രിനാൽ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രിനാൽ എന്ന് പറയുന്ന ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അനവധി ഹോർമോൺസാണ് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. ഏകദേശം 5 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ. അവർക്ക് വേറൊരു പേര് അഡ്രിനാലിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ. അടുത്തത് ഔട്ടർ കോർട്ടെക്സ് സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ ആൻഡ് സെക്സ് ഹോർമോൺസ്. അപ്പോൾ ഇത്രയാണ് അഡ്രിനൽ ഗ്ലാൻഡുമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഹോർമോൺസിൻ്റെ പ്രത്യേകത എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഹോർമോൺ കൂടി നോക്കാം. ആ ഹോർമോണിനെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഗ്ലാൻഡിനെ അറിയപ്പെടുന്നത് ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ജൈവ ഘടികാരം എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ക്ലോക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, സമയം നോക്കാൻ അല്ലേ. സമയം നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അതായത് ഇന്ന സമയത്ത് ഇന്ന പ്രോഗ്രാമുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ അതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ക്ലോക്കിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ എന്തായിരിക്കും ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ? അതായത് പ്രകൃതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രകൃതിയാൽ തന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട സമയവും കൃത്യനിഷ്ഠയൊക്കെ തരുന്നു. നമ്മളെ ബോഡിയിലുള്ള എല്ലാ റിതമിക് ആയിട്ടുള്ള, പാറ്റേണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യതയോടുകൂടി നടത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ സിസ്റ്റമാണ് ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത്. ആ ഗ്ലാൻഡിൻ്റെ പേര് പീനിയൽ ഗ്ലാൻഡ് എന്നാണ് അല്ലെങ്കിൽ പൈനിയൽ ഗ്ലാൻഡ് എന്നാണ് അതിനെ വിളിക്കാൻ പറ്റുന്നത്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ്റെ പോൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്തോട് ചേർന്നിരിക്കുന്നതാണ് പീനിയൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. ഈ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിനെ വിളിക്കുന്ന പേര് മെലാട്ടോണിൻ എന്നാണ്. മെലാട്ടോണിൻ എന്നാണ്, മെലാനിൻ അല്ല. പലർക്കും തെറ്റാറുണ്ട്. മെലാനിൻ നമ്മളെ ബോഡിക്ക് കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസാണ്. ഇത് മെലാട്ടോണിനാണ്. മെലാട്ടോണിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്നറിയപ്പെടുന്നത് മെലാട്ടോണിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ധർമ്മം ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന റിതമിക്കായിട്ടുള്ള ആക്ഷൻസിനെ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻറ്റെയിൻ ദി റിതം
ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. അതിനൊരു കൃത്യത ഉണ്ടാക്കി തരിക, നമ്മളെ ഡെയിലി ആക്ടിവിറ്റീസിനൊരു കൃത്യത ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങാറുണ്ട്. ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മെലാറ്റോണിൻ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. രാവിലെ ആകുമ്പോൾ മെലാറ്റോണിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ രാത്രി ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ കൂടിയാണ് എന്തെന്നറിയപ്പെടുന്നത്? മെലാറ്റോണിൻ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗം ശ്രദ്ധിക്കുക. എന്താണ് മെലാറ്റോണിൻ? എന്ത് ചെയ്യുന്നു? രാത്രിയിൽ അളവ് കൂടുതലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പകൽ കുറവായിരിക്കും എന്നുള്ള പോയിൻ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ രാത്രി കിടക്കാൻ നേരം മൊബൈലിലൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ ഉറക്കം കുറവായിരിക്കും, അല്ലെങ്കിൽ ഉറക്കം വരാൻ പാടായിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫോണിൽ നിന്ന്, സ്മാർട്ട് ഫോണിൽ നിന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റുകൾസ് ഉണ്ട്. ആ ലൈറ്റ്സ് കണ്ണിലടിക്കുന്നതിൻ്റെ ഫലമായിട്ട് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം കുറയുകയും നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയുമാണ് ചെയ്തു വരുന്നത്. അപ്പം ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ കുറയ്ക്കുക. കാര്യം നല്ല രീതിയിൽ അത്യാവശ്യത്തിന് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ ആയാലും നമ്മുടെ ബോഡി ആയാലും നല്ല രീതിയിൽ എന്ത് ചെയ്യുള്ളൂ? ആക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ഓർക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിയും അതുപോലെ തന്നെ ഊർജ്ജമൊക്കെ എന്ത് ചെയ്യുള്ളൂ? ലഭിക്കത്തുള്ളൂ, നല്ലൊരു മൈൻഡ് കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. ഇപ്പോൾ കൃത്യമായി മെലാറ്റോണിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഉറങ്ങാൻ സാധിക്കുന്നത്. അതുപോലെ രാവിലെ കൃത്യമായി നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മെലാറ്റോണിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് 6 മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ആ സമയമാകുമ്പോൾ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? അവിടെ ഡിക്രീസ് ചെയ്യുകയും 6 മണിക്ക് നിങ്ങൾക്ക് ഉണരാനുള്ളൊരു പ്രേരണ നൽകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ആ കൃത്യനിഷ്ഠത എന്ത് ചെയ്യുന്നത്? ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ ബോഡിയിൽ നടക്കുന്ന റിതമിക് ആക്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് ഇന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട വ്യത്യസ്ത പേരിൽ അറിയപ്പെടുന്ന ഹോർമോൺസിനെ നോക്കി. യൂത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിൻ നോക്കി. എമർജൻസി ഹോർമോൺസ് അറിയപ്പെടുന്ന എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിനെ പറ്റി നോക്കി. അടുത്തത് ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന മെലാറ്റോണിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു. 3 ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൽ കുറയാതെ ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്കി പരിശോധിക്കാം. താങ്ക് യു.